2000 രൂപയ്ക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും കാശ് കൊടുത്തിട്ട് നമ്മൾ മോണറ്റൈസേഷൻ ചെയ്യണോ? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് 4000 വാച്ച് അവേഴ്സ് ആൻഡ് 1000 സബ്സ്ക്രൈബേഴ്സ് ക്വിക്ക്ലി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, കുറച്ച് ക്യാഷ് കൊടുത്താൽ നമ്മളുടെ ചാനൽ മോണറ്റൈസേഷൻ ആരെങ്കിലും വഴി ചെയ്യിക്കണോ? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അധികം വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ആയിട്ടില്ല. കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടേ ഉള്ളൂ. ഏതാണ്ട് ഒരു 10 വ്യൂസോ ഒരു 15 വ്യൂസോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം, ഏതൊരു ക്രിയേറ്ററും കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ഫുൾ മോണറ്റൈസേഷൻ കിട്ടുക എന്നുള്ളത്. അതായത് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും തികയ്ക്കാനായിട്ട് ഉള്ളൊരു കടമ്പ കടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എല്ലാ യൂട്യൂബേഴ്സും അറിയാം. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങുന്ന സമയത്ത് വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും വളരെ കുറഞ്ഞ തോതിലാണ് ചാനലിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് ക്യാഷ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 1000 സബും 4000 വാച്ച് അവേഴ്സും ആക്കി തരുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന്. പക്ഷേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിന് ഏർണിങ്സ് വരുന്നു. അപ്പോൾ മാസം എല്ലാവർക്കും അറിയാം, ചാനൽ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുന്നത്, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നൊരു ചാനൽ, ഈ ബേസിക് ക്രൈറ്റീരിയ അല്ലേ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ്, അതെങ്ങനെയെങ്കിലും ആ കടവയൊന്ന് കടന്ന് കിട്ടിയാൽ നമ്മൾക്കിങ്ങനെ മാസം വരുമാനം വരാൻ തുടങ്ങും. അപ്പോൾ അത് ഒരു ഇതിൽ കുറച്ച് ക്യാഷ് ചിലവായാൽ പോലും നമ്മൾക്ക് മാസം വരുമാനം കിട്ടാൻ തുടങ്ങുമ്പോൾ അത് ലാഭമല്ലേ? പിന്നെ എല്ലാ മാസവും നമ്മൾക്ക് വീഡിയോസ് വഴി പൈസയൊക്കെ വരുമല്ലോ, പിന്നെ നമ്മുടെ കാശ് തിരിച്ച് കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അപ്പോൾ ഈ രീതിയിലുള്ള സംശയം ഇത് കാണുന്ന നിങ്ങൾക്കും ചില ആൾക്കാരിൽ ഉണ്ടാകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. ഏത് കാര്യമാണ്? 4000 വാച്ച് അവേഴ്സും 1000 സബും. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് വേറെ ഇത് ഒരാൾ ചെയ്തു തന്നാൽ നമ്മുടെ ക്രൈറ്റീരിയ ഏതായാലും കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തു, അതിന് റീച്ചൊക്കെ കിട്ടി, നമ്മളുടെ ചാനൽ ഓർഗാനിക്കായി വളരുന്നതും ക്യാഷ് കൊടുത്ത് നമ്മളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതും രണ്ടാണ്. അപ്പോൾ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് യൂട്യൂബ് ഒരു ക്രൈറ്റീരിയ വയ്ക്കുന്നതാണ് ഈ 1000 സബും 4000 വാച്ച് അവേഴ്സും ഒക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് വയ്ക്കുന്നത്? അപ്പോൾ ക്രൈറ്റീരിയ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചാനൽ മോണിറ്റൈസ് ആകുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു വരുമാനമൊക്കെ പെട്ടെന്ന് കിട്ടാൻ തുടങ്ങുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബ് ഇത് കട്ട് ചെയ്തുകൂടാം? നമുക്കിവിടെ ഒരു കാര്യം നമ്മൾക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പോൾ യൂട്യൂബ് ഇത് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ക്രൈറ്റീരിയയൊക്കെ യൂട്യൂബ് ലോവർ ചെയ്തു. അതായത് ചാനലിൽ ഒരു 10 സബും ആദ്യത്തെ ഒരു 3 വീഡിയോ ഒക്കെ ഇട്ടാൽ നമ്മുടെ ചാനൽ മോണറ്റൈസ് ആകുന്നു എന്നൊരു ഇത് ക്രൈറ്റീരിയ യൂട്യൂബ് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ല, ഇത് കൊള്ളാമല്ലോ, ഇങ്ങനെ ഒരു റൂള് വന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് ഇത് ഒരു കഷ്ടവുമില്ല, ഒരു 10 സബ്സ്ക്രൈബേഴ്സിനെ തികയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫ്രണ്ട്സിനോടും ആൾക്കാരോടും ഒക്കെ പറഞ്ഞ് ഒരു 10 സബും തികച്ചു, പിന്നെ ഒരു 3 വീഡിയോസും ഒക്കെ എടുത്തിട്ടു, അത് നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ യൂട്യൂബ് ഈ 4000 സബ്സ്ക്രൈബേഴ്സിൻ്റെ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ക്രൈറ്റീരിയ ഒഴിവാക്കി കുറച്ചു വെട്ടിച്ചുരുക്കി വളരെ ഇത് ലിബറലൈസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 10 സബ്ബാണ് ഇപ്പോൾ, ആദ്യം 3 വീഡിയോസും ഒക്കെ ഇട്ടു. അപ്പോൾ എന്തായി? ചാനൽ മോണിറ്റൈസേഷനും ആയി. ഇവിടെ ഞാൻ കാശൊന്നും കൊടുത്തിട്ടും ഇല്ല, യൂട്യൂബ് ക്രൈറ്റീരിയ താഴ്ത്തിയത് കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നു, അതൊരു 10 പേര് കാണുമായിരിക്കില്ല, ഒരു 50 ഒരു 10 15 ഒരു 20 പേര് വ്യൂസ് ഉള്ളതായിട്ട് കരുതുക.
അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഡോളേഴ്സ് കിട്ടുന്നത് വളരെ കുറഞ്ഞ ഒരു രീതിയിലായിരിക്കും കിട്ടുക. നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും നമ്മുടെ ആഡ്സെൻസിൽ ഡോളർ കയറുക. അതായത് നമ്മൾ ഇന്ത്യൻ രൂപയുടെ കണക്ക് പറഞ്ഞാൽ ഏതെങ്കിലും പൈസയുടെ കണക്കായിരിക്കും ഇതിൽ നിന്നുമൊക്കെ നമ്മൾക്ക് വരുമാനം ലഭിക്കുക. അപ്പോൾ റവന്യൂ വളരെ കുറവായിരിക്കും. ആദ്യത്തെ മാസം എനിക്ക് കിട്ടുന്ന റവന്യൂ വന്ന് ഞാൻ എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്തു എന്നിരിക്കട്ടെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോളർ പോലും തികച്ച് കാണില്ല, അതിൻ്റെ താഴെ വരുള്ളൂ. അപ്പോൾ 10-20 വ്യൂസൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ എനിക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടാൻ തന്നെ ചിലപ്പോൾ ഒരു 2-3 വർഷമൊക്കെ കഴിയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എഴഞ്ഞ് മുന്നോട്ട് നമ്മൾ പോയാൽ നമ്മൾക്ക് വേറെ ഒരു പോകാൻ വഴിയില്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തി തന്നെ അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് $1-2 കിട്ടുന്നുള്ളൂ, വർഷക്കണക്കിന് ഇതിങ്ങനെ പോയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചാനൽ വിട്ട് നിർത്തിപ്പോകും. ഇനി ഇതേ കാര്യം നിങ്ങൾ മറിച്ച് ഒരു രീതിയിൽ ചിന്തിക്കുക. അതായത് 1000 സബ്ബും 4000 വാച്ച് അവറും ഒരു വർഷത്തിനുള്ളിൽ വേണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇതുപോലെയൊക്കെ ഇടും. ആദ്യമൊക്കെ ഒരു 10-20 പേരൊക്കെ കാണും. പിന്നെ കുറേ ഒരു 3-4 മാസമൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ പിന്നെയും നല്ല നല്ല വീഡിയോസ് ഇടുന്നു. അങ്ങനെ ഈ വ്യൂസ് വന്നിട്ട് 50ഉം 100ഉം ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയെങ്കിലും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് കുറേ കഴിയുമ്പോഴേക്കും വ്യൂസൊക്കെ കൂടുതലാകുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസ് വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോക്ക് 1,00,000 വ്യൂസോ ഒക്കെ വരാൻ ആ ഒരു വീഡിയോയിൽ നിന്ന് വരുമ്പോഴേക്കും എനിക്ക് 4000 വാച്ച് അവേഴ്സ് ചിലപ്പോൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു 3/4 പങ്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെയായിരിക്കും എനിക്കൊരു പക്ഷേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. എന്താണെന്നാൽ ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾക്ക് ഓർഗാനിക്കായിട്ടുള്ളൊരു ഗ്രോത്ത് തന്നെ കിട്ടുന്നു. നമ്മളുടെ ചാനൽ, യൂട്യൂബ് ചാനൽ ക്ലിക്കാവുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ആളുകൾ വളരെ ഇഷ്ടപ്പെട്ട് കാണാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ഇടുന്ന ടോപ്പിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലിയെ എനിക്ക് കിട്ടുന്നു. അവർ എൻ്റെ വീഡിയോസൊക്കെ വളരെ താല്പര്യപൂർവ്വം വളരെ ഇൻട്രസ്റ്റോടു കൂടെ തന്നെ വാച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് തന്നെ പ്രത്യേകമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബർ ബേസ് അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും കൂടുന്നു. അവർ ഇഷ്ടപ്പെട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമ്പോഴേക്കും നമ്മുടെ വാച്ച് അവേഴ്സും കൂടുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു വശവും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാശൊക്കെ കൊടുത്തിട്ട് ഈ മോണറ്റൈസേഷൻ ചെയ്തത് കൊണ്ട് മാത്രം ഒന്നുമായില്ല. നമ്മൾക്കൊക്കെ എന്താ യൂട്യൂബിൽ നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളൊരു വരുമാനം ഉണ്ടാക്കാനായിട്ടാണ് ഇതിൽ വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കഠിന പരിശ്രമമൊക്കെ ചെയ്തിട്ടും നമ്മൾക്കിങ്ങനെ ഈ ചെറിയ ചെറിയ ഡോളറൊക്കെ വരുമാനം കിട്ടുന്നതുകൊണ്ട് നമ്മൾക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അതേസമയം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓർഗാനിക്കായിട്ട് നമ്മുടെ ഈ ചാനലിനെ വളർത്തിക്കൊണ്ട് വന്നാൽ അതിൽ വ്യൂസും ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. ആ വ്യൂസ് കൂടുന്നത് വഴി വീഡിയോസ് വൈറലാകാനും ഒരുപാട് പേര് നമ്മളുടെ ചാനൽ വന്ന് കാണാനും അങ്ങനെ നമ്മളുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകുന്നു. മോണിറ്റൈസ് ആയതിലും തീർന്നില്ല, പിന്നെയും നമ്മൾ അതേ രീതിയിലുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെയും ധാരാളം പേര് ഇത് ഇഷ്ടപ്പെടുന്നവർ നമ്മളുടെ വീഡിയോസ് വന്ന് കാണുന്നത് വഴി നമുക്ക് ഇൻകമും ഏർണിങ്സും വളരെയധികം വർദ്ധിക്കുന്നു. അങ്ങനെ പതുക്കെ നമ്മളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് ഈ ഒരു വഴി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ വിചാരിക്കുന്നത് ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബറും എന്നുള്ളൊരു ക്രൈറ്റീരിയ തന്നെയാണ് നല്ലത്. അത് നമ്മൾ ഓർഗാനിക്കായിട്ട് കഠിന പ്രയത്നത്തിലൂടെ കഷ്ടപ്പെട്ട് ക്ഷമയോടുകൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുമൊക്കെ ഉപയോഗിച്ച് ആളുകളെ യൂസ്ഫുള്ളായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി നല്ല മൈക്കും അതിനായിട്ടുള്ള ക്യാമറയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ഓർഗാനിക്കലി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്നാണെങ്കിലും ഉറപ്പായിട്ടും നമ്മളുടെ ചാനൽ വിജയിക്കും. നമ്മൾ നാളെ ഒരു ദിവസം നല്ലൊരു ക്രിയേറ്ററായിട്ട് വരാനായിട്ട് ഒരു പ്രയാസവും കാണില്ല. കഠിന പ്രയത്നം ചെയ്യുക. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ ഏതൊരു തൊഴിലും പോലെ കഷ്ടമായിട്ടുള്ളൊരു തൊഴിൽ തന്നെയാണ് ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതിലും നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ
കൂട്ടുകാരെല്ലാവരും ഞാൻ പറയാതെ ഈ വീഡിയോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഒരുപാട് പേര് ധാരാളം സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഓരോരോ ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കമൻറ്റ് വഴി നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നാളെ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.